റഷ്യ ഉക്രൈൻ യുദ്ധരംഗത്ത് മോസ്കോയ്ക്ക് വലിയ മേൽക്കൈ സമ്മാനിച്ചുകൊണ്ട് കിഴക്കൻ ഉക്രൈനിലെ അതീവ തന്ത്രപ്രധാനമായ കോൺസ്റ്റാന്റിനോവ്ക നഗരം റഷ്യൻ സൈന്യം പൂർണ്ണമായും പിടിച്ചടക്കിയിരിക്കുകയാണ്. ഡോൺബാസ് മേഖലയിൽ ഉക്രൈൻ സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ഈ മുന്നേറ്റം നിലവിലെ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഈ വിജയം സ്ഥിരീകരിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധവിദഗ്ധർ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. നഗരം കീഴടക്കിയതിന് പിന്നാലെ റഷ്യൻ മിലിറ്ററി പുറത്തുവിട്ട യുദ്ധദൃശ്യങ്ങൾ കടുത്ത പോരാട്ടത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നതായിരുന്നു. ഡ്രോൺ ആക്രമണങ്ങൾ, പീരങ്കി വർഷങ്ങൾ, അതിശക്തമായ മിസൈൽ ബോംബാക്രമണങ്ങൾ എന്നിവയിലൂടെ ഉക്രൈന്റെ പ്രതിരോധ കോട്ടകളെ റഷ്യൻ സൈന്യം തകർത്തെറിയുകയായിരുന്നു. കിഴക്കൻ ഉക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ കീവിനുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ പ്രതിരോധ കോട്ടകളിൽ ഒന്നായിരുന്നു കോൺസ്റ്റാന്റിനോവ്ക. വളരെ കാലമായി ഉക്രൈൻ സൈന്യത്തിന് ആയുധങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളും എത്തിക്കുന്നതിനുള്ള പ്രധാന സപ്ലൈ ഹബ്ബുകളിൽ ഒന്നായാണ് ഈ നഗരം പ്രവർത്തിച്ചിരുന്നത്. ഭൂമിശാസ്ത്രപരമായും സൈനിക തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലും നോക്കിയാൽ സ്ലാവ്യാൻസ്ക് ക്രോമോറോസ്ക് എന്ന പ്രതിരോധ വലയത്തിന്റെ നിർണായകമായ ഒരു ഭാഗമായിരുന്നു കോൺസ്റ്റാന്റിനോവ്ക നഗരം. റഷ്യൻ സൈന്യത്തിന്റെ പടിഞ്ഞാറോട്ടുള്ള മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഉക്രൈൻ വർഷങ്ങളായി ഇവിടെ ശക്തമായ കമാൻഡ് സെന്ററുകളും ബങ്കറുകളും നിർമ്മിച്ചിരുന്നു. കോൺസ്റ്റാന്റിനോവ്കയുടെ പതനത്തോടെ കിഴക്കൻ ഉക്രൈനിൽ കീവിന് അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശക്തി കേന്ദ്രങ്ങളായ ക്രോമാറ്റോസ്ക്, സ്ലോവിയൻസ്ക് എന്നീ നഗരങ്ങളിലേക്ക് റഷ്യൻ സൈന്യത്തിന് വഴി എളുപ്പമായിരിക്കുകയാണ്. ഈ രണ്ട് നഗരങ്ങളും ലക്ഷ്യമിട്ട് റഷ്യൻ ടാങ്കുകളും ആർട്ടിലറികളും ഇതിനകം തന്നെ നീക്കം ആരംഭിച്ചതായാണ് സൂചനകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിജയത്തെ വാനോളം പുകഴ്ത്തിയാണ് രംഗത്തെത്തിയത്. റഷ്യൻ ടെലിവിഷനിലൂടെ മുതിർന്ന സൈനിക മേധാവിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ഓപ്പറേഷൻ അതീവ തന്ത്രപ്രധാനമായ വലിയൊരു വിജയമാണെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ മുന്നേറ്റം വരും ദിവസങ്ങളിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കും അദ്ദേഹത്തിന്റെ സൈനിക നേതൃത്വത്തിനും വലിയ ആഭ്യന്തര സമ്മർദ്ദമുണ്ടാക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ ലഭിച്ചിട്ടും ഇത്രയും തന്ത്രപ്രധാനമായ ഒരു നഗരം കൈവിട്ടു പോയത് ഉക്രൈൻ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട അവസ്ഥയിലാണ് കീവ്. ഈ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം ഉപയോഗിച്ച അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഇലക്ട്രോണിക് യുദ്ധമുറകളും ഉക്രൈന്റെ വക്താക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് റഷ്യൻ ഡ്രോണുകൾ കോൺസ്റ്റാന്റിനോവ്കയിലെ ഉക്രൈൻ ബങ്കറുകളെ കൃത്യമായി കണ്ടെത്തി തകർത്തത്. അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം കോൺസ്റ്റാന്റിനോവ്കയിലെ വിജയം റഷ്യക്ക് ഡോൺബോസ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള വഴി എളുപ്പമാക്കും. റഷ്യ ഈ നഗരത്തെ തങ്ങളുടെ സൈന്യത്തിന്റെ ഒരു താവളമാക്കി മാറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത ഘട്ട ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാനും ക്രോമാറ്റോസ്കിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും റഷ്യൻ ജനറൽമാർക്ക് സാധിക്കും. ഈ നഗരത്തിൽ മാസങ്ങളായി തുടരുന്ന പോരാട്ടത്തിൽ ഇരുപക്ഷത്തു നിന്നും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ജനവാസ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ ഈ നഗരത്തിൽ അവശേഷിച്ച ഉക്രൈൻ സൈനികർക്ക് ഒടുവിൽ ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരികയായിരുന്നുവെന്ന് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകിക്കൊണ്ടിരുന്ന സൈനിക സഹായങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നൽകിയ അത്യാധുനിക ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും റഷ്യയുടെ കനത്ത ആക്രമണങ്ങളെ ദീർഘകാലം ചെറുത്തു നിൽക്കാൻ ഉക്രൈന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ പതനത്തോടെ വ്യക്തമാകുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കോൺസ്റ്റാന്റിനോവ്കയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഓപ്പറേഷനുകൾ പുരോഗമിക്കുകയാണ്. ഉക്രൈൻ സൈന്യം പിൻവാങ്ങുമ്പോൾ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി നശിപ്പിക്കുകയാണ് റഷ്യൻ എഞ്ചിനീയറിംഗ് വിഭാഗം. ക്രോമോറ്റോസ്കും സ്ലോവിയൻസ്കും കൂടി നഷ്ടപ്പെട്ടാൽ ഡൊണറ്റ്സ്ക് മേഖലയിലെ ഉക്രൈന്റെ സ്വാധീനം പൂർണ്ണമായും അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നഗരങ്ങളെ സംരക്ഷിക്കാൻ ഉക്രൈൻ തങ്ങളുടെ പരമാവധി സൈന്യത്തെയും ആയുധങ്ങളെയും അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ നിർബന്ധിതരാകും. ഇത് ഉക്രൈന്റെ മറ്റ് യുദ്ധമുഖങ്ങളിലെ പ്രതിരോധത്തെ ദുർബലമാക്കാൻ സാധ്യതയുണ്ടെന്ന് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം റഷ്യൻ ജനതയ്ക്ക് മുൻപിൽ തന്റെ സൈനിക തന്ത്രങ്ങളുടെ വിജയമായി ഉയർത്തിക്കാട്ടാൻ ലഭിച്ച വലിയൊരു അവസരമാണ്.
പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥയും സൈനിക ഉൽപാദനവും ശക്തമായി തുടരുന്നുവെന്നതിന്റെ തെളിവായി മോസ്കോ ഈ വിജയത്തെ വ്യാഖ്യാനിക്കുന്നു. യുദ്ധരംഗത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് വരും ആഴ്ചകളിൽ പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതാകുമെന്നാണ്. കോൺസ്റ്റാന്റിനോവ്ക നഷ്ടപ്പെട്ടതിന് പകരമായി ഉക്രൈൻ ശക്തമായ തിരിച്ചടികൾക്ക് മുതിരുമോ അതോ കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ നഗരത്തിന്റെ വിസ്തൃതിയും അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും റഷ്യയ്ക്ക് വലിയ തോതിലുള്ള സൈനിക വാഹനങ്ങളും ലോജിസ്റ്റിക്സും കൈകാര്യം ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതാണ്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യയ്ക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയി മാറും. റഷ്യ പുറത്തുവിട്ട ഹൈ ക്വാളിറ്റി യുദ്ധ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ തങ്ങളുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട ടൂൾ കൂടിയായാണ് ഉപയോഗിക്കുന്നത്. ആധുനിക യുദ്ധമുറകളിൽ റഷ്യ കൈവരിച്ച പുരോഗതിയും ശത്രുവിന്റെ ശക്തമായ പ്രതിരോധങ്ങളെ പോലും ഭേദിക്കാനുള്ള അവരുടെ ശേഷിയും ഈ ദൃശ്യങ്ങളിലൂടെ റഷ്യൻ മിലിറ്ററി ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നു. ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി വൻ നാശനഷ്ടങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ സാഹചര്യം അതീവ സങ്കീർണമാണെന്ന് സൈനിക വക്താക്കൾ സൂചന നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ വ്യോമാക്രമണങ്ങളിലൂടെ റഷ്യൻ മുന്നേറ്റത്തെ തടയാനാവും ഉക്രൈൻ ശ്രമിക്കുക. പശ്ചിമേഷ്യയിലെയും മറ്റ് അന്താരാഷ്ട്ര തലങ്ങളിലെയും പ്രതിസന്ധികൾക്കിടയിലും റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും മാരകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. കോൺസ്റ്റാന്റിനോവ്കയുടെ വിജയം റഷ്യൻ സൈന്യത്തിന് നൽകിയ തന്ത്രപരമായ മേൽക്കൈ വരും മാസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. യുദ്ധഭൂമിയിലെ പുതിയ നീക്കങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ലോകം ഇപ്പോൾ അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്.